താമരശ്ശേരിക്കടുത്ത് അമ്പായത്തോട് ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന കോഴിമാലിന്യ പ്ലാന്റായ ഫ്രഷ് കട്ടിനെതിരായി നടന്ന സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിരപരാധികളെ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽപ്പെടുത്തുകയും രാത്രികാലങ്ങളിൽ പോലും വീടുകളിൽ കയറി റെയ്ഡ് നടത്തുന്ന പോലീസ് നടപടിയെ ജനകീയ പങ്കാളിത്തത്തോടെ പ്രതിരോധിക്കുമെന്ന് ഫ്രഷ് കട്ട് വിരുദ്ധ സമര സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിന്റെ പേരിലാണ് പോലീസ് ഫ്രഷ് കട്ടിനെ അനാവശ്യമായി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഫ്രഷ് കട്ടിന് അനുകൂലമായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ശുചിത്വ മിഷൻ എന്നീ സർക്കാർ സ്ഥാപനങ്ങൾ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയാണ്. ഹൈക്കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി ഹൈക്കോടതി നിശ്ചയിക്കുന്ന അമിക്കസ് ക്യൂറിയുടെ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും. ഫ്രഷ് കട്ടിനെതിരെയായിട്ടുള്ള പരാതി അന്വേഷിച്ച നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണം. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങളാകെ എതിർത്തിട്ടും എന്തുകൊണ്ടാണ് ഫ്രഷ് കട്ടിന് ഭരണ പിന്തുണ കിട്ടുന്നതെന്നും ഫ്രഷ് കട്ടിന് പിന്നിൽ ഭരണ പ്രതിപക്ഷ രംഗത്തുള്ള ഉന്നതന്മാരുടെ സഹായമുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഇക്കാര്യവും അന്വേഷിക്കേണ്ടതാണെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഫ്രഷ് കട്ട് സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 11-ന് ചൊവ്വാഴ്ച 4 മണിക്ക് താമരശ്ശേരിയിൽ സർവകക്ഷി നേതൃത്വത്തിൽ മഹാറാലി സംഘടിപ്പിക്കും. എന്നാൽ ഓരോ തവണ സമരസമിതിക്ക് കൊടുക്കുന്ന ഉറപ്പും തുടർച്ചയായി ലംഘിക്കുന്ന നിലപാടാണ് അവിടെ കമ്പനി തുറന്നു വരുന്നത്. 4-5 തവണ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നവും മലിനീകരണ പ്രശ്നവും പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾ കമ്പനിക്ക് നൽകുകയും വാർത്താ സമ്മേളനത്തിൽ സമരസഹായ സമിതി ചെയർമാൻ ഗിരീഷ് ജോൺ, കൺവീനർ നാസിർ ഫൈസി കൂടത്തായി, ടി കെ അരവിന്ദാക്ഷൻ മാസ്റ്റർ CPM, ഗിരീഷ് തേവള്ളി BJP, പി ഗിരീഷ് കുമാർ കോൺഗ്രസ്, KV മുഹമ്മദ് മുസ്ലിം ലീഗ്, PC അഷ്റഫ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്നിവർ പങ്കെടുത്തു.